സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളും അല്ലാഹുവിൻ്റെ പ്രീതിയുടെ വഴിയിൽ ചിട്ടപ്പെടുത്തണം. അതിന് വിരുദ്ധമായവ ശ്രദ്ധയിൽപ്പെടുന്ന നിമിഷം അതിൽ നിന്ന് തിരിഞ്ഞ് നടക്കാൻ തീരുമാനിക്കണം. അല്ലാഹുവിൻ്റെയും പ്രവാചകൻ്റെയും കൽപ്പനകൾ പിൻപറ്റുന്നതിലൂടെ പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് പ്രയാസവും സുഖസൗകര്യങ്ങളിലും സമ്പാദ്യങ്ങളിലുമുള്ള നഷ്ടവും ആണെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആശ്വാസവും സൗകര്യവുമായി മാറും എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജീവിതം ശീലിച്ചെടുക്കുക, ചിട്ടപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള, അവൻ്റെ പ്രവാചകനുള്ള അനുസരണത്തിനും സമർപ്പണത്തിനും വിധേയമാണ്. ഇതിന് നമ്മൾ സന്നദ്ധമല്ലെങ്കിൽ ഇതിനെല്ലാം പുറമെ വേറെ ഒരു സാധനമായി തഖ്വ അവശേഷിക്കുകയില്ല എന്ന് ഈ പരിശുദ്ധ റമദാനിലെ തഖ്വ പ്രായോഗികമായി ശീലിപ്പിക്കുന്ന ഈ റമദാനിലെ പാഠങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ, ആലോചിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ജീവിതം അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ള അനുസരണത്തിൻ്റെ അസ്ഥിവാരത്തിൽ പണിതുയർത്തി നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമൂഹമായി നാഥൻ നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. തഖ്വക്ക് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിലെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു റമദാനിനെ കൂടി സ്വീകരിക്കാനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏകിയിട്ടുള്ള നാനാവിധങ്ങളായ നന്മകൾ പ്രയോജനപ്പെടുത്താനും നമുക്ക് അവസരം ലഭിച്ചു. ഓരോരുത്തരും അവരവരുടെ സാധ്യതയനുസരിച്ച് ആ അവസരം പ്രയോജനപ്പെടുത്തി റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിത റെക്കോർഡും ഈ റമദാൻ അവശേഷിക്കുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഘട്ടത്തിലുള്ള നമ്മുടെ ജീവിത റെക്കോർഡും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നന്മയുടെ ഭാഗത്തേക്ക് കനം തൂങ്ങുന്നതിൽ സഹായകമായ ധാരാളം കാര്യങ്ങൾ ഓരോരുത്തർക്കും നിർവഹിക്കാനായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാധ്യതകളാണ് ഒരു സത്യവിശ്വാസിയുടെ മുമ്പിൽ റമദാൻ തുറന്നു വെക്കുന്നത്. എല്ലാ സാധ്യതകളും ഒരുപോലെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നോമ്പെടുക്കാൻ ശാരീരികമായ അവശത കൊണ്ട് കഴിയാത്തവർക്ക് പോലും മറ്റു തലത്തിലുള്ള ദിക്റുകളും ദുആകളും, സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകളും ദുആകളും പതിവാക്കിക്കൊണ്ട് സാധ്യമാകുന്ന മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്
ഈ റമദാനിന്റെ പുണ്യത്തിൽ അവർക്കും പങ്കാളികളാകാൻ കഴിയും. ഇസ്ലാമിൻ്റെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിൻ്റെ ഭൂമിക വളരെ വിശാലമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വഫീ കുല്ലി ഖത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സദഖ. പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ കാലടിയും പുണ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വീട് പള്ളിയിൽ നിന്ന് കുറച്ച് അകലെയാണെങ്കിൽ അവിടെ നിന്ന് പള്ളിയിലേക്ക് ദിവസേന 5 നേരവും നടന്നു വരുന്ന ഒരാളുടെ കാൽപാദങ്ങൾ മണ്ണിൽ പതിയുന്നത് രേഖപ്പെടുത്തപ്പെടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് അതിന് പ്രതിഫലം കിട്ടും. ഒരുപക്ഷെ ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് ഇതിൻ്റെ മുന്നേ സുന്നത്താക്കപ്പെട്ട റവാത്തിബുകൾ അദ്ദേഹത്തിന് നിർവഹിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരാം. അപ്പോഴേക്ക് പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയിരിക്കും. അപ്പോ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന കാൽപാദങ്ങൾ ആ ഭൂമിയിൽ പതിയുന്നത് രേഖപ്പെടുത്തിയിട്ട് ആ കാൽപ്പാടുകൾ രേഖപ്പെടുത്തിയിട്ട് അതിന് പ്രതിഫലം നൽകും. നേരെ മറിച്ച് പള്ളിയുടെ അടുത്താണ് ഒരാളുടെ വീടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് നടന്നു വന്നതിന്റെ പുണ്യം കിട്ടില്ല. അതേസമയം അദ്ദേഹത്തിന് നേരത്തെ കാലത്തെ പള്ളിയിൽ വരാനും തഹയ്യത്ത് നമസ്കരിക്കാനോ അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ അവ നിർവഹിക്കാനോ കഴിയും. എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലാണോ ഒരു വിശ്വാസി ഉള്ളത് ആ അവസ്ഥയിൽ അവന് പുണ്യത്തിന്റെ സാധ്യതകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു ഹദീസിൽ പരിശുദ്ധ റമളാനിനെ ഷഹ്റുൽ മുവാസാത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് സഹാനുഭൂതിയുടെ മാസം. പാവപ്പെട്ടവന് പാവപ്പെട്ടവനായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രീതിയുടെ വാതിൽ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് നോമ്പിന്റെ പ്രത്യേകത. നോമ്പ് അനുഷ്ഠിക്കാൻ ഒരുപാട് വിഭവങ്ങളൊന്നും ആവശ്യമില്ല. പട്ടിണിപ്പാവങ്ങൾക്കും നോമ്പ് പ്രാപ്യമാണ്. അതേസമയം പണക്കാർക്ക് സക്കാത്ത് കൊടുക്കാനോ ധാരാളമായി സദക്ക നിർവഹിക്കാനോ കഴിയും. അപ്പോ എത്ര വലിയ പണക്കാരനാണെങ്കിലും അദ്ദേഹം ഈ സമയം, നിശ്ചിത സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇല്ലായ്മയുടെ, വറുതിയുടെ, പ്രയാസങ്ങളുടെ, പട്ടിണിയുടെ ആ കയ്പ് നീരെങ്ങനെയാണ് എന്നറിയാൻ അദ്ദേഹത്തിനും അവസരം ലഭിക്കുകയാണ്. അപ്പോ പണക്കാരന് പണക്കാരനായിരിക്കെ തന്നെ ദാരിദ്ര്യത്തിന്റെ രുചി അറിയാൻ പറ്റുന്നു. ദരിദ്രന് ദരിദ്രനായിരിക്കെ തന്നെ പടച്ചവന്റെ പ്രീതിയുടെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു. അതാണ് ഷഹ്റുൽ മുവാസാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നോമ്പ് നമ്മൾ അതിന്റെ എല്ലാ പ്രയോജനങ്ങളിലൂടെയും നമ്മൾ മുന്നോട്ട് പോയി. ഖുർആൻ പാരായണം ചെയ്ത്, ദാനധർമ്മങ്ങൾ നിർവഹിച്ച്, നോമ്പ് അനുഷ്ഠിച്ച്, നോമ്പ് തുറപ്പിച്ച്, ഒന്നാമത്തെ വെള്ളിയാഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം നമ്മുടെ ജീവിത രേഖകളുടെ ശുദ്ധീകരണത്തിൽ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് മാത്രം പോരാ. ഇസ്തിഗ്ഫാർ നടത്തുന്നവരാവണം നമ്മൾ. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണ്, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടിയിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്. അല്ലാഹുവേ, ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ജീവിതത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന വീഴ്ചകൾ, ഓരോ സന്ദർഭത്തിലും ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാം. എത്ര സൂക്ഷ്മത പുലർത്തിയാലും ആ ചെറിയ തെറ്റുകളോടുള്ള അള്ളാഹുവിന്റെ സമീപനം
ദിനേന നിർവഹിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങളുടെ പുണ്യം കൊണ്ട്, മഹത്വം കൊണ്ട് അവ മായ്ച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. 5 നേരത്തെ നമസ്കാരം ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ മുക്കഫിറാത്തുൻ, പാപങ്ങൾ അങ്ങനെ തുടച്ച് മായ്ച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതവസ്ഥയിൽ? വൻപാപങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ, വലിയ വലിയ കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ, നമ്മുടെ ജീവിത ശുദ്ധീകരണത്തിനുള്ള അവസരങ്ങൾ സാധാരണഗതിയിൽ തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തൗബയെയും ഇസ്തിഗ്ഫാറിനെയും സംബന്ധിച്ചുകൂടി ഈ റമളാനിന്റെ അവസാന സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധാരാളമായിട്ട് പൊറുക്കലിനെ തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാൻ പറ്റും. അപ്പൊ പ്രവാചകനാണെങ്കിലോ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനാണ്. പക്ഷെ എങ്കിലും റബ്ബിനോട് കാരുണ്യത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു, കുറ്റസമ്മതം നടത്തുന്നു. ഇത് മനുഷ്യന്റെ, ഇതൊരു വിശ്വാസിയുടെ സംസ്കാരവും മുഖമുദ്രയുമാകണം എന്ന് നമ്മളെ പഠിപ്പിക്കലും കൂടിയാണ് അതിന്റെ ഉദ്ദേശം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദുആ ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അൻത റബ്ബി ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ലാ തഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ വിനീത വിധേയനായ ദാസനാണ്. എന്റെ മേൽ നീ എന്തൊക്കെ നിയമത്തുകൾ ചെയ്തു തന്നോ അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. നിന്റെ സ്ഥാനത്തെ ഞാൻ വില കുറക്കുന്നില്ല, നിന്റെ നിയമത്തിനെ ഞാൻ അവമതിക്കുന്നില്ല, നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ മാനിക്കാത്തതായ അവസ്ഥയില്ല. ഇതൊക്കെ സമ്മതിച്ച ശേഷം എനിക്ക് പണഞ്ഞു പോകുന്ന, എനിക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങളും ഞാൻ നിന്റെ മുമ്പിൽ നിരത്തുന്നുറപ്പേ. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. പടച്ചവനെ, നീയല്ലാതെ പുറത്തു തരാൻ വേറെ ആരുമില്ല. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ചുരുക്കത്തിലുള്ള ഒരാശയം. ഈ പ്രാർത്ഥന അറിയുന്നവർക്ക് ഈ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഇന്നല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നത് ആർക്കും പ്രാപ്യമായ, കാണാതെ അറിയുന്ന പ്രാർത്ഥനയായിരിക്കാം. അപ്പോൾ ആ പ്രാർത്ഥനയുമാവാം. ഇനി അറബിയിൽ പ്രാർത്ഥനകൾ അറിയാത്തവർക്ക് അവർ നേരത്തെ പറഞ്ഞ പോലെ 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലൊക്കെ അള്ളാഹുവിനോട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കൂട്ടത്തിൽ, ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം എന്ന് പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ നിരന്തരമായി പൊറുക്കലിനെ തേടുന്നവരായി നമ്മൾ മാറണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോവുകയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ തന്നെ ഭാഗമാണ് നമ്മളുടെ ഈ തൗബ എന്ന് പറയുന്നത്. തൗബ എന്നത് നമ്മുടെ സമുദായം മനസ്സിലാക്കിയതുപോലെ എന്തോ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഏട് ചൊല്ലുന്നതിന്റെ പേരല്ല. തൗബ എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, നിലപാട് മാറ്റമാണ്. അതായത്, ഞാൻ ഇതുവരെ സഞ്ചരിച്ചിരുന്ന വഴി എനിക്ക് വേണ്ടി ഞാൻ നരകം പണിയുന്ന വഴിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടി, തനിക്ക് വേണ്ടി സ്വർഗം പണിയുന്ന പാതയിലേക്ക് വഴിമാറാനുള്ള തീരുമാനത്തിന്റെ പേരാണ് തൗബ. അങ്ങനെ മനസ്സിലാക്കണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്വന്തത്തിന്റെ കാര്യത്തിൽ പരിധി വിട്ട എന്റെ ദാസ, യാ ഇബാദിയല്ലദീന അസ്റഫു ഫീ അൻഫുസിഹിം, സ്വന്തത്തിന്റെ കാര്യത്തിൽ പരിധി വിട്ടവർ, സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്ത് ജീവിച്ചവർ, ആ ആളുകൾ അഭിസംബോധന ചെയ്ത് പറയാൻ വേണ്ടി ഖുർആൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്ത്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങളും നിരാശരാവരുത്. കാരണം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. പക്ഷേ എന്ത് വേണം? ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരിച്ചറിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം, വഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. സത്യവിശ്വാസികളുടെ സവിശേഷതകൾ പറയുന്നിടത്ത്, സ്വർഗത്തിന് അർഹരാകുന്ന ആളുകളുടെ ലക്ഷണം പറയുന്നിടത്ത് ഇങ്ങനെ ഒരു പ്രയോഗം കാണാം.
ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ പ്രയോഗം? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, അവരൊരു മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെട്ടാൽ. ആര്? ഈ ആയത്തിന്റെ തൊട്ട് മുന്നേയുള്ള ആയത്തുകളുടെ അവസാനത്തിൽ ഒന്ന് അല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലെങ്കിൽ അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുത്തഖിയും മുഹ്സിനുമായ ആളുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകളിലും വീഴ്ചകൾ സംഭവിക്കും. മനുഷ്യൻ മലക്കല്ല എന്നാണ് അതിന്റെ ഒരു സന്ദേശം. വീഴ്ചകൾ സംഭവിക്കും എന്നുള്ളത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ആദം സന്തതികളൊക്കെ തെറ്റുപറ്റുന്നവരാണ്. തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിക്കാൻ സന്നദ്ധരാവുന്നവരാണ്. അപ്പൊ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, അവരൊരു മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെട്ടാൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്താൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കും. വസ്തഗ്ഫിറു ലിദുനൂബിഹിം, അങ്ങനെ അവരുടെ ഈ പാപത്തിന് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാണ് പാപം പുറത്തു കൊടുക്കാൻ? അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നു. ആ ചോദിക്കുന്നതിൽ ഇയാളൊരു കുറച്ചിലും കാണുന്നില്ല. ആ ചോദിക്കുന്നതിൽ ഒരു കുറച്ചിലും കാണുന്നില്ല. ആ ചോദിക്കേണ്ടവനോടാണ് ചോദിക്കുന്നത്, ചോദിക്കേണ്ട അവസ്ഥയിലുള്ളവനാണ് ചോദിക്കുന്നത്. ഈ രണ്ട് യാഥാർത്ഥ്യവും ഇയാൾ ഉൾക്കൊണ്ടിരിക്കുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ട് പിണഞ്ഞുപോയ അബദ്ധത്തിൽ ന്യായങ്ങൾ ചമച്ച് അതിന്മേൽ ഉറച്ചു നിൽക്കുകയില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. തെറ്റുകൾ അവ എത്ര വലുതാവട്ടെ, അവ പിണഞ്ഞ ശേഷം തിരിച്ചറിഞ്ഞ സമയം തിരിച്ചു നടക്കാൻ, വാനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക്, അനാബ യുനീബു എന്ന് പറയുന്നത് ഈ വടക്ക് നോക്കി യന്ത്രം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ദിശ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന, കിഴക്ക് നോക്കിയായാലും കൊള്ളാം, വടക്ക് നോക്കി, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ദിശ കണ്ടെത്താൻ വേണ്ടി സെറ്റ് ചെയ്ത, രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണം. ആ ഉപകരണം പ്രത്യേകിച്ച് പഴയ വടക്ക് നോക്കി യന്ത്രമൊക്കെ ഉണ്ട്. അത് നമ്മൾ പൊടുന്നനെ അങ്ങോട്ട് തിരിച്ചാൽ അതിന്റെ സൂചി പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ തിരിയും. അല്ലാതെ വടക്ക് നോക്കി യന്ത്രമാണെങ്കിൽ വടക്കോട്ട് മാത്രമേ അത് തിരിയൂ എന്നൊന്നുമില്ല. അത് കിഴക്കോട്ടും തെക്കോട്ടും ഒക്കെ തിരിയും. പക്ഷെ എന്താണ്, തെക്കിലും കിഴക്കിലും പോയി അത് നിലയുറപ്പിക്കൂല. എവിടേക്ക് തിരിഞ്ഞാലും അത് തിരിച്ച് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തും. ഇതിനാണ് അനാബ എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നത്. മുനീബ് എന്ന ഒരു വിശേഷണം ഒരു വിശ്വാസിക്ക് വരുന്നത് ഈ അർത്ഥത്തിലാണ്. വലം യുസിറു അലാ മാ ഫഅലു, ആ ചെയ്ത പിണഞ്ഞുപോയ അബദ്ധത്തിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല എന്നാണ്. അപ്പോ അള്ളാഹുവിലേക്ക് അത് തിരിച്ച് സൂറത്ത് ഖാഫിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അദൃശ്യതയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ആ നാഥനിലേക്ക് തന്നെ ഖേദിച്ചു മടങ്ങുക. ഏത് അബദ്ധത്തിൽപ്പെട്ടാലും തിരിച്ചറിഞ്ഞ ഉടനെ തിരിഞ്ഞ് നാഥനിലേക്ക് എത്തുക. ഇതൊരു സത്യവിശ്വാസി ഇവിടെ മുഖമുദ്രയാവേണ്ടതാണ്. ഇത്തരം ആളുകൾക്കുള്ളതാണ് തൗബ. തൗബ അള്ളാഹുമായി നമ്മളും അള്ളാഹും തമ്മിൽ മാത്രമുള്ള ഒരു ഇടപാടിലാണ് നമുക്ക് പ്രശ്നമുണ്ടായിട്ടുള്ളതെങ്കിൽ, പാളിച്ച പറ്റിയിട്ടുള്ളതെങ്കിൽ, അതിൽ കുറ്റബോധമുണ്ടാവുകയും ആവർത്തിക്കുകയില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു പോയതിൽ പശ്ചാത്തപിക്കുകയും ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിച്ചേക്കാം. ബാക്കി അള്ളാഹുവിന്റെ കയ്യിലാണ്. പക്ഷേ അങ്ങനെ ഇതൊക്കെ ഈ മൂന്ന് കാര്യങ്ങളെ വേണ്ടൂ. കുറ്റബോധം തെറ്റാണെന്ന് സമ്മതിക്കണം, കുറ്റബോധം ഉണ്ടാവണം, ആവർത്തിക്കുകയില്ലെന്ന് നിശ്ചയിക്കണം. എന്നിട്ട് കഴിഞ്ഞു പോയത് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചാൽ അള്ളാഹു പുറത്തു തരും. നേരെ മറിച്ച് മറ്റൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇടപാടെങ്കിലോ, ആ മനുഷ്യൻ പൊറുക്കാതെ അള്ളാഹു പൊറുക്കൂല. ഒരാളുടെ ഹക്കാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ ഹക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാതെ അള്ളാഹു പുറത്തു തരൂല. ഒരാളെ ശാരീരികമോ മാനസികമോ മറ്റോ ആയി പ്രയാസപ്പെടുത്തിയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രയാസത്തിന് പരിഹാരമുണ്ടാക്കാൻ ന്യായമായ വഴിയുണ്ടോ അത് സ്വീകരിക്കാതെ റബ്ബിനോട് മാത്രം എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പൊ സൃഷ്ടികളോട് അതിക്രമം ചെയ്ത വിഷയത്തിൽ ഇങ്ങനെ ഒരു വശവും കൂടി നമ്മൾ പരിഗണിക്കണം. പറഞ്ഞു വരുന്നത് ഈ തൗബ എന്ന് പറയുന്നത് ഒരു നിലപാട് മാറ്റമാണ്. അത് ജീവിതത്തിൽ സഞ്ചരിക്കുന്ന വഴി ശരിയുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരിയുടെ വഴിയിലേക്ക് ബോധപൂർവം മാറി സഞ്ചരിക്കാനുള്ള തീരുമാനമാണ്. ആ തീരുമാനം എടുത്ത ശേഷവും അബദ്ധം പറ്റാം. ആ അബദ്ധത്തെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ അബദ്ധം സംഭവിച്ചാൽ അത് തിരിച്ചറിഞ്ഞ ഉടനെ അത് തിരുത്താനുള്ള സന്നദ്ധതയുണ്ടാവുക എന്നുള്ളത്. ഖുർആനിലും ഹദീസിലും ഈ വിഷയകമായി ധാരാളം കാര്യങ്ങൾ കാണാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ഒരു സന്ദർഭമല്ല ഇത്.
തൗബയെക്കുറിച്ച് പറയുമ്പോൾ പലതവണ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ച ഒരു സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ വിട്ട് ഈ സന്ദർഭത്തിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് അബൂ ഹുറൈറയുടെ അടുക്കൽ വന്ന്, പ്രവാചകന്റെ കാലത്ത് അബൂ ഹുറൈറയുടെ അടുക്കൽ വന്ന്, വിശദാംശം വിടുകയാണ്, അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ, ഒരു സഹോദരി ഒരു ഫത്വ, ഒരു വിധി ചോദിച്ചു. ഞാൻ ഒരുത്തനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ കൊന്നുകളഞ്ഞു, എനിക്ക് തൗബ കിട്ടുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം കേട്ടാൽ പെട്ടെന്ന് ആരോട് ചോദിച്ചാലും പ്രതികരിക്കാൻ സാധ്യതയുള്ളതുപോലെ അബൂ ഹുറൈറ വളരെ ക്ഷുഭിതനായി. അപ്പൊ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ വഴിവിട്ട ജീവിതം നടത്തുന്ന ഒരു സഹോദരിയാണത്. ഇപ്പോൾ സംഗതി വശാൽ കുറ്റബോധമുണ്ടായതാണ്, ഇത് തന്നെ ഏർപ്പാടാക്കിയവളല്ല എന്ന് ആ ചോദ്യത്തിന്റെയും സന്ദർഭത്തിന്റെയും തേട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അബൂ ഹുറൈറ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഒരു തൗബയില്ല, പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന്. അവരാർത്ത് അട്ടഹസിച്ച് നിലവിളിച്ചു കൊണ്ടുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ഈ സംഭവം റസൂലിന്റെ അടുക്കൽ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു. റസൂൽ ഇങ്ങനെ ഒരാൾ ചോദിച്ചു, ഒരു സ്ത്രീ സഹോദരി ചോദിച്ചു, നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ ഇങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. എന്നിട്ട് സൂറത്തുൽ ഫുർഖാനിലെ ഒരു സൂക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇല്ലാ മൻ താബ വആമന വമൻ താബ വആമന ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഒരു മനുഷ്യൻ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ എന്നൊക്കെ തുടങ്ങിയിട്ട് ഗൗരവപ്പെട്ട പാപങ്ങളെ പറ്റിയൊക്കെ പറയുന്നതിന്റെ തുടർച്ചയായിട്ട് പറയാണ്. അങ്ങനെ ആരെങ്കിലും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും കഴിഞ്ഞുപോയതിൽ ആത്മാർത്ഥമായിട്ട് ഖേദിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞകാല പാപങ്ങൾ അള്ളാഹു ഹസനാത്തുകളായിട്ട്, നന്മകളായിട്ട് പരിവർത്തിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കി തെറ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവനെ പറ്റിയല്ല ഇത്. സാഹചര്യങ്ങളുടെ ഒരു ഒഴുക്കിൽ ഗൗരവതരമായ ജീവിതത്തിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാതെ ഒഴുക്കിനൊത്ത് പോയിട്ട് ഒരു ഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യബോധം, ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നു. ആത്മാർത്ഥമായി തന്നെ വീണ്ടും വിചാരം. ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് പറയുന്നത്, ഇസ്ലാമിലേക്ക് വഹ്ശിയെ പോലെ ജാഹിലിയ കാലത്ത് വിശ്വാസികളെ കൊല്ലുകയും ശിർക്ക് ചെയ്യുകയും മറ്റു പല അതിക്രമങ്ങളിലും ഏർപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്ന ശേഷം അവരെ ഈ കുറ്റബോധം വേട്ടയാടി. ഞാൻ വിശ്വാസിയെ കൊന്നവനാണ്, ഞാൻ വിശ്വാസികളെ കൊന്നവനാണ്, ഞാൻ ശിർക്ക് ചെയ്തവനാണ്, ഇന്ന പരാക്രമങ്ങളിൽ ഏർപ്പെട്ടവനാണ്, എനിക്ക് പുറത്തു കിട്ടുമോ? ഈ പ്രവാചകന്റെ കൂടെ വന്ന് ചേർന്നതിന് ശേഷവും അവരെ ഈ കുറ്റബോധം വേട്ടയാടിക്കൊണ്ടിരുന്നു. കൂടെ അവരവരുടെ സുഹൃത്തുക്കളോട് ഇത് പങ്കുവെച്ചു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. ഒരാൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, എന്നിട്ട് അങ്ങനെ പശ്ചാത്തപിക്കുകയും ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞുപോയതിൽ ഖേദിക്കുകയും സൽക്കർമ്മങ്ങളുടെ വഴി സ്വീകരിക്കുകയും ചെയ്താൽ അയാളുടെ കഴിഞ്ഞകാല പാപങ്ങൾ പുണ്യങ്ങളായിട്ട് പരിവർത്തിപ്പിക്കപ്പെടും എന്ന ആ വചനം ഇത്തരം ആളുകൾക്ക് ആശ്വാസമേകി എന്ന് ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയുടെ, അള്ളാഹുവിന്റെ പൊറുക്കലിന്റെ, അള്ളാഹുവിന്റെ തൗബയുടെ വഴി ഏത്, അതിനുള്ള മാർഗം എന്ത്, അതിനെ അർഹനാകാൻ എനിക്ക് എങ്ങനെ കഴിയും എന്നതിൽ ദാഹിച്ചു മോഹിച്ചു നടന്ന ഒരു ജനതയുടെ കഥയാണിത്. പ്രിയ സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തർക്കും, നമുക്കാണ് ഏറ്റവും കൂടുതൽ നന്നായി അറിയുക, നമുക്കാണ്. നോമ്പിന് മുമ്പത്തെ ഒരാഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആർക്കും, എൻ്റെ ഭാര്യക്കോ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മക്കൾക്കോ ആർക്കും അറിയാത്തൊരു ഞാനുണ്ട്. ആ ഞാൻ ആരാണ്? ആ ഞാൻ എന്നെപ്പറ്റി എൻ്റെ റബ്ബിന് നന്നായിട്ട് അറിയാം. മണ്ണിൽ നിന്ന് നിങ്ങൾ ഉത്ഭവിച്ച നിമിഷം മുതൽ, പിന്നീട് രേതസ്കനമായി നിങ്ങളുടെ വളർച്ചയിലേക്ക് പോയ ഘട്ടം മുതൽ, നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന സമയം മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. എന്ത്? അതുകൊണ്ട് നിങ്ങൾ സ്വയം വിശുദ്ധി ചമയണ്ട. ആരാണ് വിശുദ്ധരെന്ന് നന്നായിട്ട് അവൻ അറിയാം. ആ റബ്ബ് അറിയുന്ന ഞാൻ ആരാണ്, ആ എന്നെ മാറ്റാൻ ഞാൻ എന്ത് തീരുമാനമെടുത്തു, ആ തീരുമാനത്തിന്റെ ഭാഗമായി ഈ റമളാനിൽ ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം തൗബയുടെ വിഷയത്തിൽ. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ നിങ്ങൾ എടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവശേഷിക്കുന്ന ദിനങ്ങളും ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും സന്ദർഭങ്ങളായി പ്രയോജനപ്പെടുത്തണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പാപങ്ങളും വീഴ്ചകളും പോരായ്മകളും നമുക്കൊക്കെയും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയ സഹോദരന്മാരെ, റമളാൻ അവസാനിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ളത് ഇനി പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വല്ലാതെ ഇപ്പോൾ പോകുന്നില്ല. അതിന്റെ ചുരുക്കം ഇതാണ്: ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നതിന് രണ്ട് ഉദ്ദേശമാണുള്ളത്. തുഹ്റത്തൽ ലിസ്വാഇമി മിനർ റഫസി വൽ ലഗ്വി വ തുഅമത്തൽ ലിൽ മസാകീൻ. ഫിത്ർ സക്കാത്ത് ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി മിൻ റമളാന തുഹ്റത്തൽ ലിസ്വാഇമി മിനർ റഫസി വൽ ലഗ്വി വ തുഅമത്തൽ ലിൽ മസാകീൻ. റമളാനിൽ ഫിത്ർ സക്കാത്ത് അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കി. ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്, ഐച്ഛിക ദാനമല്ല, നിർബന്ധ ദാനമാണ്. ആർക്കാണിത് നിർബന്ധം? ഈ ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥമാകുന്ന സമയത്ത് ഉടലോടെ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നിർബന്ധമാണ്. ചെറിയ കുട്ടിക്ക് നിർബന്ധമാണ്, വളരെ പ്രായമുള്ള കാരണവർക്ക് നിർബന്ധമാണ്, സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ്, അടിമക്കും സ്വതന്ത്രനും നിർബന്ധമാണ്. അങ്ങനെയാണ് ഹദീസുകളിലുള്ളത്. കാരണം ഇത് ശരീരത്തിന്റെ സക്കാത്താണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അതിന്റെ ഒരു ഉദ്ദേശം ഈ നോമ്പുകാരനെ ആ നോമ്പിൽ കലരാനിടയുള്ള മാലിന്യങ്ങളിൽ നിന്ന്, പൊടിപടലങ്ങളിൽ നിന്ന് ആ നോമ്പിനെ ശുദ്ധീകരിക്കാം. രണ്ടാമത്തെ ഉദ്ദേശം ഞാൻ സെഹ്റുൽ മുവാസാത്ത് എന്ന് പറഞ്ഞല്ലോ. പട്ടിണി കിടക്കുന്നവൻ പട്ടിണിക്കാരനായിരിക്കെ തന്നെ പടച്ചവന്റെ പ്രീതിയുടെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു റമളാനിൽ. പക്ഷെ എല്ലാ ദിവസവും പട്ടിണിയായ പറ്റൂലല്ലോ. അപ്പോ ഈ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസം ഈ പട്ടിണി പാപങ്ങളും ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ, അതിനുള്ള വക അവർക്കുണ്ടാവട്ടെ. അതുകൊണ്ട് മസാകീൻ, പാവങ്ങൾക്ക് അന്നം, ഭക്ഷണം, ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം. നോക്കൂ നിങ്ങൾ, അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണ്. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ റമളാൻ എന്ന് പറയുന്ന ഒരു അവസരം തന്നു. ആ അവസരത്തിൽ ഏർപ്പെടുമ്പോൾ ആ റമളാൻ നോമ്പുകാരനായിരിക്കെ ആ നോമ്പിന് തകരാറ് പറ്റുമല്ലോ. നമ്മൾ ഈ നോമ്പും കൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ കാണേണ്ടാത്തത് കണ്ട്, കേൾക്കേണ്ടാത്തത് കേട്ട്, ഇടപെടേണ്ടാത്തതിൽ ഇടപെട്ട്, അങ്ങനെ നോമ്പിന് പിന്നെയും ചളിയും കറയും മാലിന്യങ്ങളും കലരാലോ. അങ്ങനെ അശുദ്ധമായ നോമ്പുമായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നത് റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല. അതിനൊരവസരം കൂടി വീണ്ടും തന്നിരിക്കുകയാണ്. അപ്പൊ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നോമ്പിനെ ശുദ്ധീകരിക്കാൻ ഫിത്ർ സക്കാത്ത്. നോക്കൂ നിങ്ങൾ, ഇത്രയും അവസരങ്ങൾ നൽകിയിട്ടും രക്ഷപ്പെട്ടു പോകാത്തവൻ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ ഈ ഫിത്ർ സക്കാത്തിനെ ഈ നിലക്ക് കാണണം. ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സംരക്ഷണത്തിന് കീഴിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഫിത്ർ സക്കാത്ത് നൽകണം. അത് ഏകദേശം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ അതിൻ്റെ ഒരു 100 രൂപയുടെ ഒരാൾക്ക് വരാവുന്ന രീതിയിൽ അതിൻ്റെ വില നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രായോഗികമായി അത് പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ തൂക്കമനുസരിച്ചാണ് അവൾ നൽകിയിരുന്നത്. നമ്മളിതിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ, പരിവർത്തിപ്പിക്കുമ്പോൾ വരുന്നതനുസരിച്ച് വില ശേഖരിച്ച് ധാന്യങ്ങൾ വാങ്ങി നൽകുകയാണ് ചെയ്യുന്നത്. വില നൽകിയാലും മതിയാകുന്നതാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൽ കുറെ കൂടി ഓരോ കുടുംബവും ഈ ഉദ്ദേശ്യാർത്ഥം തന്നെ ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉചിതമായിട്ടുള്ളത് ധാന്യങ്ങൾ നൽകലാണ് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ധാന്യം അഥവാ അരി നൽകുന്നതിന് പരിഗണന കൊടുക്കുന്നത്. അപ്പൊ ഇത് ഫിത്ർ സക്കാത്ത്. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സക്കാത്തും മഖ്ബൂല വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഇന്നഹാ സദഖത്തും മിനസ് സദഖാത്ത്. നമസ്കാരം, പള്ളിയിൽ നമസ്കാരം പിരിയുന്നതിന് മുമ്പ്, പെരുന്നാൾ നമസ്കാരം പിരിയുന്നതിന് മുമ്പ് ഇത് നൽകിയാൽ അത് ഈ ഫിത്ർ സക്കാത്തിന്റെ ഗണത്തിൽപ്പെടും. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് നൽകുന്നതെങ്കിൽ പല ദാനധർമ്മങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലൊന്ന് എന്നല്ലാതെ ഫിത്ർ സക്കാത്തായിട്ട് അത് പരിഗണിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് പെരുന്നാൾ ദിവസം നമസ്കാരത്തിന് മുമ്പ് ഈ ബാധ്യത നിർവഹിച്ചിരിക്കണം. എത്ര ദിവസം മുമ്പ് തുടങ്ങാം എന്ന് ചോദിച്ചാൽ ഈ ബാധ്യത പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നിർവഹിക്കാൻ എപ്പോ തുടങ്ങലാണോ ആവശ്യം അപ്പോൾ മുതൽ തുടങ്ങാം എന്ന് പറയാനായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത്രാം തീയതി മാസം കണ്ടിട്ടേ കൊടുക്കാൻ തുടങ്ങാവൂ എന്നില്ല. ഓരോരുത്തരും ഈ സക്കാത്തിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരും അവരുടെ സാമർഥ്യം അനുസരിച്ച് ഓടി പരമാവധി ഫിത്ർ സക്കാത്ത് ശേഖരിക്കുക എന്നതൊരു മത്സര ബുദ്ധിയോടെ എടുക്കുന്ന ഒരു സമ്പ്രദായമായിട്ടും നമ്മുടെ സമുദായത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇസ്ലാമിലെ ഒരു അടിസ്ഥാന ആരാധനാ കർമ്മവും ഇസ്ലാമിന്റെ ചൈതന്യത്തിനെ കോട്ടം തട്ടിക്കുന്ന രീതിയിലാവുന്നത് ഉചിതമല്ല.
എന്ന് പറഞ്ഞാൽ യാചകരെ ഉൽപ്പാദിപ്പിക്കലോ യാചക സംവിധാനത്തെ നിലനിർത്തലോ അല്ല സക്കാത്തിന്റെയും ഫിത്ർ സക്കാത്തിന്റെയും ഉദ്ദേശ്യം. അതുകൊണ്ട് ഒരു പ്രദേശത്തെ സക്കാത്ത് അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് രണ്ടും രണ്ടാണ്, ഞാൻ അത് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫിത്ർ സക്കാത്ത് ശേഖരിച്ച് അർഹരെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്ത് അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും മാന്യമായ രീതി. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രയോജനമുണ്ട്. അത്തരം സംഘടിത സംരംഭങ്ങൾ ഉള്ളിടത്ത് എല്ലാവരും അതുമായിട്ട് സഹകരിക്കുന്നതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഈ സംഘടിത ശ്രമം അവരിലേക്ക് എത്തുകയില്ല എന്ന അവസ്ഥയിൽ ആണ് അവർ നിലകൊള്ളുന്നതെങ്കിൽ അത്തരക്കാർക്ക് അവർക്ക് നൽകുന്നതിന് വിരോധമില്ല. അത് സക്കാത്തിൻ്റെയും സംഘടിത സക്കാത്തിൻ്റെയും ഫിത്ർ സക്കാത്തിൻ്റെയും കാര്യത്തിൽ പൊതുവായി പറയാവുന്ന ഒരു ചെറിയ ഇളവ് മാത്രം. ആ ഇളവുകളെ സംബന്ധിച്ച് മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ അർത്ഥത്തിൽ റമദാൻ അവസാനിക്കുന്നതോടെ നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകുന്നതിന്, ആ നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നതിന് സന്നദ്ധമാകണം. അതിൻ്റെ ഗൗരവത്തിൽ അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം നമ്മളുടേത് പെരുന്നാൾ നമസ്കാരമാണ്. സാധാരണ പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചും അതിൻ്റെ ആദാബുകളെ കുറിച്ചും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതു മൈതാനങ്ങളിലാണ്, വളരെ പവിത്രമായ മസ്ജിദുകൾ ഉണ്ടായിരിക്കെ, മസ്ജിദുൽ അഹ്റാമും അതുപോലെ മസ്ജിദുൻ നബവിയും ഒക്കെ ഉണ്ടായിരിക്കെ പൊതു മൈതാനങ്ങളിലാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ ഒരു ചര്യ പിന്തുടർന്നുകൊണ്ട് ഈദ്ഗാഹുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇപ്രാവശ്യവും നമ്മൾ പതിവായി ഈദ്ഗാഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പെരുന്നാൾ നമസ്കാരം നടക്കും. അതിന് നിശ്ചയിച്ച സമയത്തിന് മുന്നേ അവിടെ എത്തുക എന്നത് വളരെ പ്രാധാന്യപൂർവ്വം അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചവർ കാണണം. പെരുന്നാൾ ദിവസം രാവിലെ നമ്മളുടെ പരിഗണനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെരുന്നാൾ നമസ്കാരമായിരിക്കണം. അങ്ങനെ കണ്ടാൽ ഇതിനൊരു പ്രയാസമില്ല. വീട്ടിലെ എല്ലാ ഒരുക്കവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെരുന്നാൾ നമസ്കാരവും എന്ന് വെച്ചാൽ വെയിലൊക്കെ ചൂടാവുന്ന ഇന്നത്തെ സമയത്ത് നമുക്ക് അത്രയും വൈകിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിശ്ചയിച്ച സമയത്തിന് തുടങ്ങും. അതിന് ആദ്യം നമസ്കാരവുമാണ്. ഇത് ഖുതുബന്റെ നമ്മുടെ നഷ്ടം നമുക്ക് ഖുതുബയിൽ അങ്ങ് വീണ്ടെടുക്കാം എന്ന് വിചാരിക്കാനും പറ്റൂല പെരുന്നാൾ നമസ്കാരം ആവുമ്പോൾ. അതുകൊണ്ട് സമയത്തിനെത്തുന്നതിന് ശ്രദ്ധിക്കണം. അതാണ് ഒരു കാര്യം. അടിസ്ഥാന സൗകര്യങ്ങൾ മുസല്ല ഒന്നു കൊണ്ട് വരിക പോലെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും നമുക്ക് പതിവായി ശീലമുള്ളത് കൊണ്ട് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു കാര്യം, പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഈദ്ഗാഹുകളിലേക്ക് വരുന്നവർ ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നോമ്പെടുത്ത ആ പുണ്യം കളഞ്ഞു കുളിക്കുന്ന വേഷവിധാനങ്ങളുമായിട്ട് വരരുത്. നമ്മുടെ ഈ വസ്ത്ര വിപണി എന്ന് പറയുന്നത് നമ്മളാരുമല്ല രൂപപ്പെടുത്തുന്നത്. അവിടെ എല്ലാ തരം ആഭാസങ്ങളും മഹത്വവൽക്കരിക്കപ്പെട്ട് വിറ്റഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അപ്രകാരം തന്നെ വാങ്ങിക്കൂട്ടി എടുത്തണിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ കാര്യത്തിൽ, കാരണം പുരുഷന്മാർക്ക് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആദാബുകൾ അവരുടെ ശാരീരികമായ ഘടനയുടെയും പ്രകൃതിപരമായ തേട്ടത്തിന്റെയും അവസ്ഥ പരിഗണിച്ച് അള്ളാഹു വെച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണത്. അപ്പോൾ ആ അവസ്ഥയിൽ വേഷവിധാനങ്ങൾ ശ്രദ്ധിക്കണം. അതിനൊന്നും പറ്റാത്തവര് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. അവർ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല. കാരണം ഈദ്ഗാഹ് എന്ന് പറയുന്നത് ഈ നോമ്പ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ മഹത്തായ കർമ്മത്തിന്റെ ഒരു പരിസമാപ്തി കുറിക്കുന്ന രംഗമാണ്. അതിന്റെ പവിത്രത അത്രക്ക് പ്രാധാന്യപൂർവ്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരന്മാരെ, അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു. അതെന്താണ്? ഇത്രയും ദിവസം നമ്മൾ ഈ കർമ്മത്തിൽ ഏർപ്പെട്ടത്, ഈ കർമ്മം കൊണ്ട് നമുക്ക് നാളെ സ്വർഗത്തിൽ പോകണം, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുന്നതിന് ഈ കർമ്മങ്ങളെല്ലാം ഉപകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ്. എങ്കിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്, ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതെന്താണ്? യാ അയ്യുഹല്ലദീന അമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ തന്നെ ബാത്തിലാക്കരുത്. അങ്ങനെ ഒരു പരിപാടി പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്കെത്ര എന്താ ശീലമുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ അമല് ചെയ്യുക, അള്ളാഹ് മലക്കുകളെ വെച്ച് അത് രേഖപ്പെടുത്തുക, അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുക. ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. ഈ ഒരു സമാധാനത്തിലും പ്രതീക്ഷയിലുമാണ് നമ്മളുള്ളത്. ഈ സമാധാനത്തിലും പ്രതീക്ഷയിലും നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആകെ കൊട്ട കാലിയായിട്ട് അവിടെ വെച്ച് തലചൊറിയുന്ന അവസ്ഥ കാണാൻ റബ്ബ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൻ നേരത്തെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, അല്ലാഹുവിനെ അനുസരിക്കണം, അത്തിഉർ റസൂല, റസൂലിനെയും അനുസരിക്കണം.
പിന്നെന്ത് വേണം? വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ തന്നെ ബാത്തിലാക്കരുത്. നമ്മുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ അമലുകൾ നമ്മൾ തന്നെ ബാത്തിലാക്കാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കണം. എവിടെ അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിലേക്ക് നമ്മുടെ പ്രവൃത്തിയോ വാക്കോ പോകുന്നോ അവിടെ നമ്മളുടെ കർമ്മം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് നിങ്ങൾ കാണണം. പാപ്പരൻ ആര് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. റസൂലിനോട് ചോദിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ച, അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരൻ? പാപ്പരൻ ആരാന്ന് ചോദിച്ചാൽ 5 പൈസക്ക് വകയില്ലാത്തവൻ. നമ്മൾ അങ്ങനെയുള്ള മറുപടി പറയാം. അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. പാപ്പരൻ എന്ന് പറയുന്നത് 5 പൈസക്ക് വകയില്ലാത്തവനാണ്. അവരും അങ്ങനെ തന്നെ മറുപടി പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി തിരുത്തി, എന്റെ സമുദായത്തിലെ പാപ്പരൻ അന്ത്യദിനത്തിൽ വരുന്ന ഒരുത്തനാണ്. എന്റെ സമുദായത്തിലെ പാപ്പരൻ അന്ത്യദിനത്തിൽ വരുന്ന ഒരുത്തനാണ്. അവൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരുപാട് ആളുകളെ ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പല തരത്തിലും നാവ് കൊണ്ടും കൈകൊണ്ടും ശരീരം കൊണ്ടും കണ്ണുകൊണ്ടും ഏതൊക്കെ അവയവങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ ആളുകളെ ഇടിച്ചു താഴ്ത്താമോ, വില കുറക്കാമോ, പുച്ഛിക്കാമോ, അവമതിക്കാമോ അതിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇയാളുടെ ഈ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ആവലാതിക്കാരുടെ പുണ്യങ്ങളിൽ നിന്ന് ഈ പരാതി ആക്ഷേപിക്കപ്പെട്ട ഈ മനുഷ്യന്റെ നന്മകളിൽ നിന്ന് ഓരോന്നെടുത്ത് ഓരോ പരാതിക്കാരന് കൊടുത്ത് പരാതിക്കാരങ്ങനെ പിരിച്ചുകൊണ്ടിരുന്നു റബ്ബ് എന്നാണ് ഹദീസ്. അങ്ങനെ ഇയാളുടെ ഈ സൽക്കർമ്മിയായ ഈ മനുഷ്യന്റെ ഭാണ്ഡം കാലിയായി, കൊട്ട കാലിയായി. പക്ഷെ പരാതിക്കാർ തീർന്നിട്ടില്ല. അപ്പൊ പിന്നെ പുണ്യം കൊടുത്ത് പിരിച്ചയക്കാൻ കഴിയാതെ വന്നപ്പോ അവരുടെ പാപം വാങ്ങിയിട്ട് തത്തുല്യമായ പാപം വാങ്ങിയിട്ട് ഇയാളുടെ കൊട്ടയിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പോയിക്കോ. അങ്ങനെ ഓരോരുത്തരുടെയും ഭാരം, പിന്നെ തിന്മയുടെ ഭാരം കുറച്ച് കുറഞ്ഞു കിട്ടി. ഇയാളുടെ തിന്മയുടെ തുലാസ് വല്ലാതെ കനം തൂങ്ങി. അങ്ങനെ അവസാനം ഇയാൾ നരകത്തിൽ എറിയപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ വരുന്ന 11 മാസവും ഈ ഒരു കരുതലോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഈ റമദാൻ നമുക്ക് നാളെയിൽ അവിടെ നമ്മുടെ കാലത്ത് തന്നെ എന്ന് പറഞ്ഞല്ലോ. 6 അണുമണി തൂക്കം നന്മ ചെയ്തോ അവനത് കാണും, 6 അണുമണി തൂക്കം തിന്മ ചെയ്തോ അവനത് കാണും എന്ന് പറഞ്ഞ ആ ദിവസം ഇത് പ്രയോജനം ചെയ്യും. അങ്ങനെ പ്രയോജനം ചെയ്യുന്ന വിധം ഈ നന്മകളെ കൈമോശം വരാതെ സൂക്ഷിക്കാൻ അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിൽ ജീവിതത്തെ നിലനിർത്തുമെന്ന് തീരുമാനിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയുമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന, ഞങ്ങളിൽ നിന്ന് പിണയുന്ന, ഞങ്ങൾക്ക് പറ്റുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. നിന്റെ വഴിയിൽ ജീവിക്കാനും നിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുമുള്ള ഞങ്ങളുടെ മനസ്സിന് നീ സ്ഥൈര്യം നൽകണേ അല്ലാഹ്. പൈശാചികമായ പ്രലോഭനങ്ങളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്ന എന്തൊക്കെ വഴികേടുകളുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ വളരുന്ന തലമുറയെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ വഴിപഴപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള കെണികളൊരുക്കിയാണ് പിശാചിന്റെ കിങ്കരന്മാർ ഇന്ന് രംഗത്തുള്ളത് എന്ന് നിനക്കറിയാം റബ്ബേ. പടച്ചവനെ, അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ തലമുറകളെ കാത്തുരക്ഷിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിനെ നീ തുണക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീഴ്ചകൾ നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ച ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ പ്രിയ മക്കൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇങ്ങനെ ആരൊക്കെയാണോ ഉള്ളത് പടച്ചവനെ, അവരെ പറ്റി എല്ലാം നിനക്കറിയാം റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ അല്ലാഹ്. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ.
അവരുടെ തെറ്റുകൾ വിട്ടുപൊറുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നമ്മളുടെ ഈ റമദാനിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈ പള്ളിയിൽ തന്നെ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടിതമായ ഇഫ്താറുകളുണ്ട്. അതിന് സാമ്പത്തികമായി ചെറുതും വലുതുമായ സഹായം ചെയ്ത സഹോദരങ്ങളുണ്ട്. പതിവായി അതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ദിവസവും അത് നിർവഹിക്കുന്നതിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വീടുകളിലെ നോമ്പുതുറ എന്ന മാധുര്യം മാറ്റിവെച്ച് ഇതിൽ സന്തോഷം കണ്ടെത്തുന്ന സുഹൃത്തുക്കളുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെയും നീ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അവരുടെ അമലുകളൊക്കെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പല നിരത്തിൽ ഈ സംരംഭങ്ങളെ നാനാവിധങ്ങളായ രീതിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. റഹ്മാനെ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ സ്വതക്കകളും നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് അവർക്ക് ഖൈറും ബർക്കത്തും നൽകണേ റബ്ബേ. മാരക രോഗങ്ങളിൽ നിന്ന്, വലിയ ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് അവരെയും അവരുടെയും ഞങ്ങളുടെയും കുടുംബങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരും കണ്ണത്താ ദൂരങ്ങളിൽ ചെന്ന് പഠിക്കുന്നവരുമായ ഞങ്ങളുടെ മക്കളും വേണ്ടപ്പെട്ടവരുമുണ്ട്. അവരോടൊപ്പം നിന്റെ ഒരു കാവൽ എപ്പോഴും ഉണ്ടാകണേ അല്ലാ. അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങൾ വളർത്തിയ അതേ ദീനി ചിട്ടയിൽ ഉറച്ചു നിൽക്കാൻ ഏത് സാഹചര്യത്തിലും അവർക്ക് സ്ഥൈര്യം നൽകുന്ന ഒരു നല്ല ഇസ്തിഖാമത്ത് നിന്റെ ഭാഗത്ത് നിന്ന് കാവലായി അവർക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന, നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി വിഭാഗങ്ങളുടെ പാദങ്ങൾക്ക് സ്ഥൈര്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഗസയിലെ ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ധിക്കാരികളെ നീ അമർച്ച ചെയ്യണേ അല്ലാ. അവിടെ നിന്ന് ജീവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ, നിന്റെ ഭവനത്തിന്റെ മാർഗത്തിൽ, ഒന്നാമത്തെ ഖിബലയുടെ മാർഗത്തിൽ എല്ലാം ത്യജിക്കാൻ സന്നദ്ധമായ ആ ജനതക്ക് നീ കാവൽ നൽകണേ അല്ലാ. അവർക്ക് സ്ഥൈര്യവും ശക്തിയും നൽകണേ അല്ലാ. അവരുടെ മേലെ അതിക്രമം കാണിക്കുന്ന ധിക്കാരികളെ നീ അമർച്ച ചെയ്യണേ അല്ലാ. ചരിത്രത്തിൽ വളരെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെയും ധിക്കാരികളെയും താന്തോന്നികളെയും പിടിച്ചുകെട്ടിയ പടച്ചവനെ, നിന്നോട് ഞങ്ങൾ സങ്കടപ്പെടുന്നു. ഈ സഹോദരങ്ങൾക്ക് നിന്റെ കാവലുണ്ടാവണേ അല്ലാ. അവരുടെ എല്ലാ അവസ്ഥയിലുള്ള പതിതത്വവും നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ വീഴ്ചകളും പുറത്ത് ഞങ്ങൾക്ക് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.